അപ്പോൾ ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് നന്നാവാനുണ്ട്, നന്നായിട്ടില്ല. അപ്പം എന്താണെന്ന് അറിയണ്ടേ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു എന്താ പറയുക, നമ്മൾ ജാതി സ്പിരിറ്റ് നോക്കുന്ന ആൾക്കാരുണ്ട്. മീൻസ് ഒരാൾ എൻ്റെ ഫ്രണ്ട് തട്ടാനാണ്, തട്ടാത്തി, ഒരാൾ നായറാണ്. അപ്പം ഇവർ രണ്ടാളും തൊട്ട അയൽവാസിയാണ്. എന്ത് ഫങ്ഷന് ഈ തട്ടാൻ ടീം വിളിച്ചാലും ഈ നായർ ടീം പോവില്ല. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ പോവേണ്ടി വന്നാൽ, അത്യാവശ്യം അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസ് എന്ന് അവർക്കായിട്ട് തോന്നിയിട്ട് അവർ വന്നാൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുക. അതായത് ഈ തട്ടാൻ എന്ന് പറയുന്ന ആളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ കയറേണ്ടി, ഇപ്പം മരിച്ചാലൊക്കെ കയറേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ കയറിയത്. അങ്ങനെ കയറിയപ്പോൾ ഒരു 3 ദിവസമൊക്കെ വരേണ്ട വന്ന്, അങ്ങനെ വന്നപ്പോൾ തന്നെ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും ഈ നായർ എന്ന് പറയുന്ന ആ വീട്ടിലുള്ള ആൾക്കാർ വന്നത് ഈ വീടായതുകൊണ്ട്, തട്ടാൻ്റെ വീടായതുകൊണ്ട് ആ വെള്ളം കുടിക്കുകയില്ല. കുടിക്കുന്ന സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻ അടുത്ത് വരുമ്പം അവർ വളരെ നൈസായിട്ട്, ഞങ്ങൾ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്ത് ആകുമ്പോഴത്തേക്ക് ഇവർ തിരിച്ച് അവരെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കഴിക്കാൻ നേരത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു പിടുത്തവും കൊടുക്കാണ്ട് വളരെ നൈസായിട്ട് അവരവിടെ നിന്ന് പോകും. അതാണ് അവരെ സ്ഥിരമായിട്ടുള്ള ശീലം. ഒരു 10-20 കൊല്ലമായി ഗൈസ് അവിടെ 2 പേരും ആയിട്ട് താമസിക്കുന്നത്. അതും തൊട്ടടുത്ത വീടുകളാണ്. ഇവരെ ഒരു അവസ്ഥ ഞാൻ എന്താ പറയുക. അപ്പം നമ്മൾ നാട് നന്നാവാനില്ലേ, ഈ ജാതി അവർ കുറച്ച് താണുന്നും ഇവർ കുറച്ച് പൊന്തിയെന്നും വലിയ ആൾക്കാരെന്നുള്ളൊരു ഭാവം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഗൈസ്, ഞങ്ങളെ നവ്യ നായർ ഏറ്റവും നമ്മൾ ലോകം മൊത്തം അറിയുന്ന അത്രയും കഴിവുള്ള, അത്രയും നല്ല ഒരു എന്താ പറയുക ആർട്ടിസ്റ്റ് എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള ഇവർ എത്രയൊക്കെ അഹങ്കരിക്കണം. പിന്നെ നമ്മളെ ഒന്നും വേണ്ട, നമ്മളെ മഞ്ജു വാര്യർ എത്ര അഹങ്കരിക്കണം. ഞാൻ വലിയ നടിയാണ്, ഞാൻ വാര്യർ കുടുംബത്തിലുള്ളതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും വലിയ കഴിവുള്ള ആൾക്കാർക്കൊന്നും ഇല്ലാത്ത അഹങ്കാരം ഈ ബാക്കിയുള്ള ഈ നായർ എന്ന് പറയുന്ന ആൾക്കോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, നായർ എന്ന് പറയുന്നതോ അതോ തട്ടാൻ എന്ന് പറയുന്ന ആ ഒരു വേർതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ശരിക്കും വലിയ തെറ്റ് തന്നെയല്ലേ ഗൈസ്. അപ്പം ഇങ്ങനെ ഓരോ ജാതിയെയും മുകളിലേക്കും താഴ്ത്തിയിട്ടും കാണാൻ പറ്റുന്ന മനുഷ്യരോട് പറയാം, ശരിക്കും പറഞ്ഞത് വലിയ തെറ്റ് തന്നെയാണ്. ഇതിനൊക്കെ എന്ത് പഴയ ആൾക്കാരിൽ ഏതെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവും. അവരാണ് ഈ ഒരു രീതിക്ക് പിന്നെയും ഈ പാരമ്പര്യം ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഈ ഒരു 2025 മാറ്റം വേണം ഗൈസ്. അപ്പോൾ ഈ ഒരു രീതിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഭയങ്കര ഫീലിങ്സ് ഉള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഇതിനേക്കാളും എത്രയോ ഡയറക്റ്റ് പഠിച്ച റബ്ബ് അനുഗ്രഹിച്ചിട്ടുള്ള കഴിവുകളുള്ള, അങ്ങനെയൊക്കെ തോന്നിക്കുന്ന വിധത്തിലുള്ള കഴിവുകളിൽ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. അവർ നായരാണ്, നമ്പ്യാരാണ്, ഒക്കെ വാര്യറാണ്, അങ്ങനെയൊക്കെയുള്ള ടീംസ് ഉണ്ടായിട്ടും അവർ സാധാരണ മനുഷ്യർ മുമ്പിൽ എന്തൊക്കെ നമ്മളെ മുമ്പിൽ അഭിനയിച്ചിട്ടും ഡാൻസ് ചെയ്തിട്ടൊക്കെ കാണിക്കുന്നത്, അതെല്ലാം പബ്ലിക്കിലല്ലേ. അപ്പം അതൊക്കെ ലോകം മൊത്തം കാണില്ല. അവരെത്ര അഹങ്കരിക്കണം. അവർക്കൊന്നും ഇല്ലാത്ത, ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും അഹങ്കാരം ഇല്ലാത്ത ഈ ഒരു സാധാ ഒരു നോർമൽ ഫാമിലിക്ക് ഞാൻ നമ്പ്യാന്മാരാണ്, ഞാൻ അവിടെ പോയി വെള്ളം കുടിച്ചാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടിലുള്ള ആൾക്കാരോട് പെട്ടെന്ന് തന്നെ നന്നായേ പറ്റൂ ഗൈസ്. കാരണം ഈ ഒരു കോലത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ അവരുടെ പാരമ്പര്യം ഒക്കെ ഇങ്ങനെ തന്നെ ആയിപ്പോവും. ഇതിൻ്റെ പേരിൽ വന്നു കയറിയ പെണ്ണിനാണ് അവിടുന്ന് ചീത്ത കിട്ടിയത്. കാരണം ഈ വന്നു കയറിയ പെണ്ണിൻ്റെ പേരിലാണ്, പെണ്ണിനെ ഇഷ്ടമായിട്ടാണ് ഇവർ വെള്ളമൊന്നും കുടിക്കാത്തത്. ആ പെണ്ണിനാണ് എല്ലാ കുഴപ്പങ്ങളും, മീൻസ് ഓളെ മേലിലാണ് എല്ലാം ചേർത്ത് പറയുന്നത്. പക്ഷേ അത് നിരപരാധിയാണ്. വന്ന അയൽവാസി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടും കുടിക്കാത്തത് തെറ്റ്. ഈ പെണ്ണിനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ പേരിൽ അതിപ്പോൾ അതിൻ്റെ വീട്ടിലാണ് ഗൈസ്. വാക്ക് തർക്കത്തിൻ്റെ പേരിൽ അവളെ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല ഗൈസ്. അതാണ് അതിശയം. ഒരു ബസ് സ്റ്റോപ്പിൽ മക്കളെയും 2 കുട്ടികളെയും ഓളെ അവിടെ ഇറക്കിയിട്ട് പോയി കാറിൽ. ഇതാണ് ഓരോരോ എന്താ പറയുക, ഒരാളെ ജീവിത രീതി. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കാണ് തിരിച്ച് വീട്ടിലേക്ക് ഏൽപ്പിച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ നാട് ഒരുപാട് മാറാനുണ്ട് ഗൈസ്. ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഓരോ ജാതികൾ, മീൻസ് ഒരു കാസ്റ്റിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ വേർതിരിക്കാൻ പറ്റുന്ന ആൾക്കാരെ സമ്മതിച്ചിന് ഗൈസ്. എന്തെല്ലാം കൂട്ടാണല്ലേ ഗൈസ്. അതും ഈ നൂറ്റാണ്ടിൽ, ഈ വർഷങ്ങളിൽ എത്ര മാറ്റങ്ങൾ വന്നിട്ടും നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ വീട്ടിൽ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ശരിക്കും അതിശയാവുന്നുണ്ട് ഗൈസ്. എത്രയൊക്കെ മാറി നമ്മളെ നാടും നാട്ടുകാരും ജനങ്ങളും മൊത്തം എല്ലാവരും മാറിയിട്ടും മാറാത്ത കൂട്ടം ഇനിയും ബാക്കിയുണ്ട് എന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞു വരുമ്പോൾ സങ്കടമുള്ള കാര്യമാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ വീഡിയോസ് കാണുകയാണെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാന്നേ, ഒരു ലൈക്കും അങ്ങോട്ട് ഇടാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.